ബേസ്ഡ് ആണ് ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പി വത്സലയുടെ നെല്ലി എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേര്? കുറുമാട്ടി. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2014 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി? കുമാരനാശാൻ. കെ സ്മാർട്ട് പദ്ധതി തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? കൊല്ലം. ഈ ക്വസ്റ്റ്യനോട് സ്റ്റാറ്റിക് ജി കെ ആണ്. അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയും. ഇത് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊരു സ്റ്റാറ്റിക് ജി കെ ആണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ? കൊട്ടാരക്കര കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്? മലയിൻകീഴ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെ? ഫറോക്ക്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം? കൊച്ചി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര്? N കുട്ടിക്കൃഷ്ണപിള്ള. G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? മറൈൻ ഡ്രൈവ്, കൊച്ചി. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്ന എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി? K-ലിഫ്റ്റ്. അതിൻ്റെ പൂർണ്ണരൂപം കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ജിതേഷ് ജി. വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. ഇത് ഒരു ജിതേഷ് ജീനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർട്സ് അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജിതേഷ് ജി വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കാരകർത്താവ് അത് ജിതേഷ് ജി ആണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം? കാപ്പാട് കോഴിക്കോടാണ്. കാപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക്